അതുപോലെ നേരം വെളുപ്പിനെ മക്കളെ വിളിച്ചിരുത്തി, കൊടുങ്കാറ്റുണ്ടി വനദേശതൻ പ്രിയനേ എന്നെ വീടല്ലേ. കൊടുങ്കാറ്റുണ്ടി വനദേശതൻ പ്രിയനേ എന്നെ വീടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ എന്റെ സങ്കടമങ്ങു തീർക്കണേ. നഗ്നനായി വന്നു, നഗ്നനായി പോകും. ഇവിടെ ആശ്രയിക്കാനൊന്നുമില്ല. ഇന്ന് രാവിലെ മക്കളോടുകൂടി ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കിക്കേ. നമ്മുടെ പിതാക്കന്മാരുടെ ആരാധന കേട്ടുകൊണ്ടാണ് നാട്ടുകാർ ഉറങ്ങാൻ പോയിരുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ പാട്ട് കേട്ടുകൊണ്ടായിരുന്നു നാട്ടുകാർ ഉണർന്നിരുന്നത്. നിങ്ങളിനി ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും 3 യാഗപീഠങ്ങളൊരു ദൈവവേല വേണം. ഒന്ന് പേഴ്സണൽ ആൾട്ടർ, വ്യക്തിപരമായ യാഗപീഠം. അവിടെ അപ്പനില്ല, അമ്മയില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, നീയും നിന്റെ ദൈവവും മാത്രം കൂട്ടിമുട്ടുന്നൊരിടം ഉണ്ടോ? അതാണ് പേഴ്സണൽ ആൾട്ടർ. 2 ഫാമിലി ആൾട്ടർ, കുടുംബയാഗപീഠം. അവിടുത്തെ പ്രീസ്റ്റ്, അവിടുത്തെ പാസ്റ്റർ, ഗ്രഹനാഥൻ, അവിടുത്തെ വിശ്വാസി ഭാര്യയും മക്കളും. 3-ാമത്തതാണ് ചർച്ച് ആൾട്ടർ, സഭായാഗപീഠം. ഈ 3 യാഗപീഠം നിനക്ക് വേണം. ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിന്റെ കുടുംബയാഗപീഠം ഇടിയപ്പെട്ടെങ്കിൽ പണിതോണം. രാവിലെയും വൈകിട്ടും മക്കളെ ഇരുത്തി പാട്ടുപാടി ആരാധിക്കണം, വചനം പറഞ്ഞു കൊടുക്കണം. ഇവിടെ മാത്രമുള്ള അന്യഭാഷ പോരാ. കുടുംബയാഗപീഠം പണിയണം. കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടു. രാത്രി വെളുപ്പിനെ 2 മണി വരെ ഇതാ പ്രയോഗം: കുത്തല്, തൂപ്പല്, തുടയ്ക്കല്. ഉറങ്ങുന്നത് 2 മണിക്കാ. പിന്നെ എങ്ങനെ രാവിലെ എഴുന്നേക്കുന്നേ? ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ അർത്ഥം ആദാമേ നീ എവിടെ ആയിരിക്കേണ്ടവനാണെന്നാ. ഈ ദുഷ്ടതലമുറയിൽ 8 മണിക്ക് നിന്റെ മോൻ എവിടാ? 10 എവിടാ? കുടുംബ പ്രാർത്ഥന ഇല്ലാതെ രക്ഷപ്പെടില്ല. യാഗപീഠം പണിതോണം.